ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെങ്ങനെ പറയാം? ക്യാൻ ഐ ഷെയർ സംതിങ് പറഞ്ഞേ. ക്യാൻ ഐ ഷെയർ സംതിങ് അല്ലെങ്കിൽ ക്യാൻ ഐ ഷെയർ സംതിങ് വിത്ത് യു. ക്യാൻ ഐ ഷെയർ സംതിങ് വിത്ത് യു. യെസ്. ഇത് നിങ്ങൾ കേവലം ഇംഗ്ലീഷ് ലെസൺ ആയിട്ട് എടുക്കരുത്. അതിന് പകരം ലൈഫ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കണം. എങ്ങനെ പറയാ? യു ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഇംഗ്ലീഷ് ലെസൺ പറഞ്ഞേ. യു ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഇംഗ്ലീഷ് ലെസൺ. യു ഇൻസ്റ്റെഡ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ life principle. Instead you just take it as a life principle. You don't take it as a English lesson. Instead you just take it as a life principle. അപ്പോൾ ഇത് നിങ്ങൾ ഈസി ആയിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് എടുക്കുന്നത് എങ്ങനെ പറയാം? കമൻറ്റ് ചെയ്യും. അതായത് ഞാൻ നിങ്ങളെ ഉപദേശിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഉപദേശിച്ചാൽ ഞാനത് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. എൻ്റെ സൗകര്യം പോലെ ഇരിക്കും. അതേസമയം ഞാൻ എന്നെ തന്നെ ഉപദേശിച്ചാലോ, നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദേശിച്ചാലോ, നമ്മൾ സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശം നമ്മൾ കേൾക്കും, അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തും അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് എന്താ അറിയും? ഒരു സെൽഫ് ടോക്കാണ്. അതായത് ഞാൻ പറയുന്നത് എന്നോടാണ്, നിങ്ങൾ പറയേണ്ടത് നിങ്ങളോടാണ്. ഞാനത് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കേവലം ഒരു ഘടകം മാത്രം. ഓക്കെ? യെസ്. എന്താ അറിയാം നിങ്ങൾ പറയേണ്ടത്? ഓക്കെ, എൻ്റെ കൂടെ പറ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആശയം തട്ടണം. സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് പറഞ്ഞേ. സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ്. കണ്ണടച്ചിട്ട് പറ. നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആശയം കിട്ടണം. നിങ്ങളുടെ പ്രോമിസുകൾ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി, അതായത് വാഗ്ദാനങ്ങൾ നിറവേറ്റാതിരിക്കുന്ന പരിപാടി നിർത്തുക. സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ്. സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ്. ഇനി അടുത്ത് നമ്മളോട് ചോദിക്കാൻ പോവാണ് കേട്ടോ. എത്ര കാലമായി നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? How much time you have been promising me? How much time you have been promising me? Just think about it. അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. How much time you have been promising me? ഒരുപാട് കാലമായി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, നീ പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. You have been promising yourself that you will speak English fluently. പറഞ്ഞേ. You have been promising yourself that you will speak English. ഒന്നുകൂടെ പറ. Yeah. You have been promising yourself that you will speak English. Yeah. ഇനി നീ റിച്ച് ആകുന്ന ഒരുപാട് കാലമായി നീ പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. You have been promising yourself that you will get rich. ഒന്നുകൂടി പറഞ്ഞേ. You have been promising that you will get rich. You have been promising that you will be successful. പറഞ്ഞേ. You have been promising that you will be successful. Then what happened? എന്നിട്ട് എന്ത് സംഭവിച്ചു? അതായത് ഈ ചോദ്യം നിങ്ങൾക്ക് നേരെ ഉന്നയിക്കണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? പറഞ്ഞ. Then what happened? You are all talk no action. You are all talk no action. അതായത് നിങ്ങൾക്ക് സംസാരമേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും ചെയ്യില്ല. You are all talk no action. പറഞ്ഞ. You are all talk no action. You make promises but don't deliver. പറഞ്ഞ. നിങ്ങൾ വാഗ്ദാനം നൽകുന്നു പക്ഷെ നടപ്പിലാക്കുന്നില്ല. You make promises but don't deliver. You make promises but don't deliver. You make promises but don't deliver. എന്നിട്ട് പറയും എനിക്ക് മതിയായ സമയമില്ല, എനിക്ക് വേണ്ടത്ര സമയമില്ല. Then you will say I don't have enough time. പറഞ്ഞേ. Then you will say I don't have enough time. പക്ഷേ രാവും പകലും നീ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നു. എങ്ങനെ പറയാ? But you are scrolling days and nights. But you are scrolling days and nights. ഒരുപാട് സമയം അനാവശ്യമായിട്ട് കളയുന്നു. And spending too much time on unwanted things. Spending too much time on unwanted things. പറഞ്ഞേ. Spending too much time on unwanted things. ഒന്നുകൂടി പറ. Spending too much time on unwanted things. നീ എനിക്ക് ആയിരക്കണക്കിന് പ്രോമിസ് നൽകിയിട്ടുണ്ട്. എങ്ങനെ പറയാ? അതായത് അത് ജസ്റ്റ് പറഞ്ഞാൽ പോരട്ടോ, നമ്മൾ പറയുന്ന പോലെ ആ ഒരു വൈകാരികതയോടുകൂടി നമ്മളെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ വേണം പറയാൻ. You have given me thousands of promises. പറഞ്ഞേ. You have given me thousands of promises. You have given me thousands of promises. I will speak English. I will speak English. I will speak English. I will be consistent. I will be consistent. I will be consistent. I will be successful. I will be successful. I will be successful. I will get rich. I will get rich. I will work hard. I will work hard. Then what happened?
Then what happened? എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? Show me your English fluency. നിന്റെ ഇംഗ്ലീഷിലെ ഫ്ലുവൻസി എനിക്ക് കാണിച്ചതാ. Show me your English fluency. Show me your richness. നിന്റെ സമ്പന്നത എനിക്ക് കാണിച്ചതാ. Show me your richness. Show me your consistency. Show me your consistency. What is the result? ചോദിച്ചേ, what is the result? 0 0 0. ഒരു റിസൾട്ടും ഇല്ല. You are all talk, no action. എനിക്ക് വർത്താനം മാത്രമേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും ചെയ്യില്ല. You are all talk, no action. പറഞ്ഞേ, you are all talk, no action. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ഒടുക്കത്തെ ചോദ്യം ചോദിക്കണം. യെസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കണം. എന്നിട്ട് ചോദിക്കണം, നിനക്ക് നാണം തോന്നുന്നില്ലേ? You don't feel ashamed? എന്താ ചോദിക്കണ്ടേ? You don't feel ashamed? You don't feel ashamed? അതിൻ്റെ വൈകാരികതയോട് കൂടി ചോദിക്കണേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. യു മെ നോട്ട് ഫീൽ ദാറ്റ്, യു മെ നോട്ട് ഫീൽ സോ, അല്ലെങ്കിൽ യു മെ നോട്ട് ഫീൽ സോ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. യു മെ നോട്ട് ഫീൽ സോ. കാരണം നിങ്ങൾ നിങ്ങളുടെ അതേ മനസ്സിലുള്ള ഫൂളിഷ് ആയിട്ടുള്ള ആളുകളുടെ നടുവിലാണ് ജീവിക്കുന്നത്. ബിക്കോസ് യു ആർ സറൗണ്ടഡ് വിത്ത് സെയിം മൈൻഡഡ് ഫൂളിഷ് പീപ്പിൾ. എങ്ങനെ പറയാം? Because you are surrounded with same-minded foolish people. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. Because you are surrounded with same-minded foolish people. No value for their time. No value for their time. No value for their time. Not serious enough. Not serious enough. എന്ന് വേണ്ടത്ര സീരിയസ് അല്ല. Not serious enough. പിന്നെയോ പ്രോമിസുകൾ ഡെലിവർ ചെയ്യുന്നതിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. നോ നീഡ് ടു ഡെലിവർ ദ പ്രോമിസസ്. നോ നീഡ് ടു ഡെലിവർ ദ പ്രോമിസസ്. നോ നീഡ് ടു ഡെലിവർ ദ പ്രോമിസസ്. അതായത് അവർക്ക് എന്തില്ല? നോ വാല്യൂ ഫോർ ദ ടൈം. സമയത്തിന് വാല്യൂ ഇല്ല. നോട്ട് സീരിയസ് ഇനഫ്. അവരെന്തല്ല? സീരിയസ് അല്ല. അതുപോലെ തന്നെ നോ നീഡ് ടു ഡെലിവർ പ്രോമിസസ്. പ്രോമിസുകൾ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആളുകളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. യെസ്, ഇത് ജസ്റ്റ് പറയുന്നതല്ലേ, നമ്മുടെ ലൈഫിൽ സ്വീകരിക്കേണ്ട അഡ്വൈസാണ്. ടേക്കിംഗ് ഡിസിഷൻ, ക്വിറ്റിംഗ് ഡിസിഷൻ. ടേക്കിംഗ് ഡിസിഷൻ, ക്വിറ്റിംഗ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കുന്നു, വിടുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നു, വിടുന്നു. ടേക്കിംഗ് ഡിസിഷൻ, ക്വിറ്റിംഗ് ഡിസിഷൻ. ടേക്കിംഗ് ഡിസിഷൻ, ക്വിറ്റിംഗ് ഡിസിഷൻ. പറഞ്ഞേ, ടേക്കിംഗ് ഡിസിഷൻ, ക്വിറ്റിംഗ് ഡിസിഷൻ. ആൻഡ് സേ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. എന്നിട്ട് പറയുന്നത് എന്ത്? എനിക്ക് മതിയായ സമയമില്ല. എന്താ പറയണ്ടേ? ആൻഡ് സേ I don't have enough time. And say I don't have enough time. Excuses, excuses, plenty of excuses. ഒരുപാട് എക്സ്ക്യൂസ് ഇങ്ങനെ പറയും. Excuses, excuses, plenty of excuses. പറഞ്ഞേ, excuses, excuses, plenty of excuses. ഒന്നുകൂടെ, excuses, excuses, plenty of excuses. You just do one thing. നീ ഒരു കാര്യം ചെയ്യ്. ഇത് നമ്മളോടാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്. Go and die. Go and die. Go and die. പോയി മരിക്കടോ. If you can keep your promise. എന്താ പറയാ? നിനക്ക് നിന്റെ പ്രോമിസുകൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if you can keep your promise, you are just a loser. You are just a loser. പറഞ്ഞേ, നീ ഒരു തോൽവിയാണ്. നിനക്ക് നിന്റെ പ്രോമിസുകൾ നടപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു തോൽവിയാണ്. If you can't keep your promise, you are just a loser. You are just a loser. A monumental loser. ഒരു ഒന്നൊന്നര തോൽവി. A monumental loser. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പ്രോമിസുകൾ നൽകും. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഞാൻ റിച്ച് ആവും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നുള്ള പ്രോമിസുകൾ നിങ്ങൾ നൽകാറുണ്ടെങ്കിൽ ഇനി മുതൽ ബ്രേക്ക് ചെയ്യാതിരിക്കുക. ടേക്ക് വൺ ഡിസിഷൻ. ഒറ്റ തീരുമാനം എടുക്കാം, ഒറ്റ പ്രോമിസ് കൊടുക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. രാവും പകലും നിങ്ങൾ എത്ര സമയം എടുക്കുന്നു, എത്ര അതിന് വേണ്ടി മെനക്കെടുന്നില്ല. ഒരു തീരുമാനം എടുത്താൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിൽ വിജയിക്കുക. അടുത്ത തീരുമാനം എടുക്കുക, അതിൽ വിജയിക്കുക. അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ട് ക്വിറ്റ് ചെയ്യുക, വീണ്ടും എടുക്കുക, വീണ്ടും ക്വിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള വാല്യൂ തന്നെ നഷ്ടപ്പെടുകയും ലൈഫിൽ ഒന്നിനോടും നിങ്ങൾക്കൊരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കോമ്പറ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.